തീരാ നഷ്ടമാണ്. കാലഘട്ടത്തിനെ സംബന്ധിച്ച് വലിയ വിയോഗമാണ്, നികത്താകാൻ കഴിയാത്ത വിയോഗമാണ്. നമുക്കിപ്പോൾ ചരിത്രകാരനും എഴുത്തുകാരനുമായ രാജൻ ഗുരുക്കൾ ചേരുന്നുണ്ട്. ശ്രീ രാജൻ ഗുരുക്കൾ, ഒരു ചരിത്രം എഴുതി വെക്കുക അത് എളുപ്പമുള്ള കാര്യമല്ല. അത് കൃത്യമായി മലയാളിക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലബാർ കലാപം മുതൽ ഇങ്ങോട്ട് എല്ലാ കാലഘട്ടത്തിലെയും അധിനിവേശം അത് എങ്ങനെയാണ്, എന്തിനായിരുന്നു, ആരൊക്കെ സമരം ചെയ്തു, ആ കാലഘട്ടം മുഴുവൻ എഴുതിയാണ് മടക്കം. നിര്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ അധ്യാപകൻ എനിക്ക് വ്യക്തിപരമായി തന്നെയുള്ള വലിയ ദുഃഖം ആദ്യം രേഖപ്പെടുത്തേണ്ടതും, പിന്നെ ആ ഒരു വലിയ ചരിത്രകാരൻ, അല്ലാതെ പ്രശസ്തമായ ഒരു ചരിത്രകാരൻ എന്ന രീതിയിൽ അത് അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഉറച്ച സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ സൂക്ഷിച്ചിരുന്ന പ്രതിജ്ഞാബദ്ധതയും രാഷ്ട്രീയമായ വിഷയങ്ങളിൽ പാലിച്ച നിതാന്ത ജാഗ്രതയും അദ്ദേഹത്തെ ഒരു വേറിട്ട ചരിത്രകാരനായി നിലനിർത്തുകയും, പിന്നെ അരനൂറ്റാണ്ടിലേറെ കാലമായി അദ്ദേഹം വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത സമരത്തിലായിരുന്നു എന്ന കാര്യം നമുക്കെല്ലാം അറിയാം. പിന്നെ ഒരു പബ്ലിക് ഇന്റലക്ച്വൽ എന്ന നിലയിൽ അദ്ദേഹം എപ്പോഴും ഈ ചരിത്രത്തെ വർഗീയവൽക്കരിക്കുന്ന എല്ലാ രീതിയിലുള്ള സെന്റിമെന്റൽ ആയിട്ടുള്ള സംഘടനകളോടും വിശേഷിച്ച് വർഗീയതയോടും ഒക്കെ അദ്ദേഹം അതിശക്തമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് ഈ അടുത്ത കാലങ്ങളിൽ വാർദ്ധക്യ സഹജമായ രോഗം അദ്ദേഹത്തിന്റെ സംസാരസ്ഫുടതയെ തടസ്സപ്പെടുത്തിയ രചനാശേഷിയെ ക്ഷയിപ്പിച്ച ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് വരെ അദ്ദേഹത്തിന്റെ ഉത്ബോധനം മലയാളികളെ മാത്രമല്ല അദ്ദേഹം നിരന്തരം ഇംഗ്ലീഷിലും എഴുതിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ലോകമാകെ തന്നെ എന്ന് പറയാം. മലയാളികളുടെ കാര്യത്തിൽ ഇപ്പോ സൂചിപ്പിച്ച രീതിയിൽ വളരെ ഒരു അച്ചസ്പടിക സംഘാസം ഇങ്ങനത്തെ നമ്മൾ പറയുന്നു. അത് യാതൊരു രീതിയിലും ഒരു സംശയത്തിന് ഇടവരുത്താത്ത രീതിയിൽ അദ്ദേഹം ആശയാവിഷ്കാരം നടത്തുകയും ജനങ്ങളെ പല കാര്യങ്ങളും ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മലബാർ കലാപത്തെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം ആണ്. അദ്ദേഹം പറഞ്ഞത് അത് ഒരു ഭൂവുടമയ്ക്കും ഭരണകൂടത്തിനും എതിരെയുള്ള സമരമായിരുന്നു എന്നാണ്, എഗൻസ്റ്റ് ദി ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ തരത്തിൽ അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, അതിൽ അടങ്ങിയിരുന്ന വർഗീയത ഒരു സംഘാടന ശക്തിയായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന്. ആ സെന്റിമെന്റ് ഉപയോഗിച്ച് ആളുകൾ സംഘടിക്കുകയും എന്നാൽ ആ സംഘടനയിലൂടെ ആളുകൾ ചെയ്യാൻ ലക്ഷ്യമിട്ടത് യഥാർത്ഥത്തിൽ ആ ഒരു ഭരണകൂടത്തിനെതിരെ ആയിരുന്നു. ആ ഭരണകൂടം തൊട്ടടുത്ത് നിന്നിരുന്നത് ഭൂവുടമയും എന്നാൽ അകലെ ഉണ്ടായിരുന്നത് ഭരണകൂടവും ആണ്. ആ തരത്തിൽ കാര്യങ്ങൾ ബോധപൂർവം മനസ്സിലാക്കി പ്രതികരിച്ചിട്ടില്ല. വളരെയധികം നന്ദി രാജൻ ഗുരുക്കൾ. അദ്ദേഹത്തെ ഓർത്തതിന്, അദ്ദേഹം എത്രത്തോളം വലിയൊരു വിടവാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് ഓർത്തതിന് വളരെയധികം നന്ദി.